അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ നഗറ്റ്സുമായിട്ടാണ്. നമുക്ക് കുട്ടികൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിന് ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തത്. നിങ്ങളടുത്ത് വലിയ പീസ് ബ്രെഡാണെങ്കിൽ ഒരു 3 എണ്ണം മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 4 എണ്ണമാണ് എടുത്തത്. അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 4 സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് വേണ്ടത്. ഞാൻ ഏകദേശം 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ആറിയെടുത്തതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബോൺലെസ് പീസാണ് ഇതിന് വേണ്ടത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം പപ്രിക്ക പൗഡറാണ്. അത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണ്. പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂണോളം ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇത് പരത്തിയിട്ട് അത് സ്ക്വയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളിത് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടുന്ന ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയും ബ്രെഡ് ക്രംസും ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു മുട്ടയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഞാൻ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ആ സമയത്ത് കുറച്ച് ഗാർലിക് പൗഡറും കുറച്ച് പപ്രിക്ക പൗഡർ കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഓരോ പീസ് എടുത്ത് നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാൻ ഇത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബട്ടർ പേപ്പർ ഇതേപോലെ വെച്ചതിന് ശേഷം മുകളിൽ വെക്കാം. അപ്പോൾ കൂട്ടി ഇതാകുന്ന പ്രശ്നം വരില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന സമയത്ത് ഇതേപോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. 1-1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് പാനിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രെഡ് ക്രംസ് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.